ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. നമ്മൾ ഇൻ്റർ പ്രോസസ് പാർട്ട് 3 മൂന്നാം ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ സമയങ്ങളെ നമുക്ക് തുടങ്ങാം. ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ത്രെഡ് ഉണ്ട്, ത്രെഡ് കൺട്രോൾ ബ്ലോക്ക് ഉണ്ട്, പ്രിയംറ്റീവ് ആൻഡ് നോൺ പ്രിയംറ്റീവ് ഉണ്ട്, ടാസ്ക് അത് സ്കെഡ്യൂളിങ്ങിൻ്റെ ഭാഗമാണ്, പ്രിയംറ്റീവ് ആൻഡ് നോൺ പ്രിയംറ്റീവ്, പിന്നെ ടാസ്ക് എന്താണെന്നുള്ളത് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ശരി, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ത്രെഡ്. ത്രെഡ് ഈസ് എ സിംഗിൾ സീക്വൻസ് സ്ട്രീം വിത്തിൻ എ പ്രോസസ്സ്. ശരിക്കും ഒരു പ്രോസസ്സിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ മക്കളെന്ന് വേണേൽ നമുക്ക് ഒരു സബ്സെറ്റാണ് ശരിക്കും അത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കഥ എടുത്താൽ, ആ മരിച്ചു കിടന്ന ആളിനെ ഡോക്ടർ ഇഞ്ചക്ഷൻ വെച്ച് ജീവിപ്പിച്ചു, അയാൾക്ക് സ്ഥലവും കൊടുത്തു, എല്ലാം കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അയാൾ പ്രോസസ്സായെന്ന് വെച്ചാൽ ആക്റ്റീവായി. അപ്പം അയാൾക്ക് എന്ത് വേണം, റിസോഴ്സുകൾ വേണം. ആ റിസോഴ്സ് മൊത്തം കൊടുത്തു, അതിനകത്താണ് അയാൾക്ക് ജീവിക്കാനുള്ള വസ്തു കൊടുക്കുന്നു, വീട് കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഇയാൾക്ക് മക്കളൊക്കെ ആയി നോക്കുക അങ്ങോട്ട് കുറേ കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതാണ് ത്രെഡ്സ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു വീട്ടിലെ കാര്യം ചെയ്യാൻ നേരത്തെ അയാൾ മാത്രമൊന്നുമല്ല, ഇവരിത്രയും പേര്, ഈ കുടുംബവും അയാളുടെ ഭാര്യയും മക്കളും കൂടെ ചേർന്നപ്പോഴാണ് അയാളുടെ അവിടുത്തെ ജോലികളൊക്കെ നടക്കുന്നത്. അപ്പം അതിനെയാണ് ത്രെഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ത്രെഡ് ഈസ് ഓൾസോ നോൺ ആസ് എ ലൈറ്റ് വെയ്റ്റ് പ്രോസസ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ഹെവി വെയ്റ്റ് പ്രോസസ്സ് അല്ലേ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നത് ലൈറ്റ് വെയ്റ്റ് പ്രോസസ്സ്. അപ്പം പ്രോസസ്സ് രണ്ട് തരം തന്നെയാണ്. ഈ ത്രെഡിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോസസ്സായിട്ടും പറയാം അല്ലേ. അപ്പം ആ ഒരു മറ്റേ വലിയ പ്രോസസ്സ്, ചെറിയ പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനെ പക്ഷേ അങ്ങനെ പറയുമ്പോൾ ത്രെഡ് എന്ന് പറയും. ത്രെഡ് പ്രൊവൈഡ്സ് എ വേ ടു ഇംപ്രൂവ് ആപ്ലിക്കേഷൻ പെർഫോമൻസ് ത്രൂ പാരലലിസം. ഇതാണ് കുറേ ആൾക്കാർ ഒന്നിച്ച് ചെയ്യുന്ന ജോലി. നേരത്തെ അങ്ങേരെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 5-6 പേരുണ്ട് അതിനകത്ത്, അല്ല 4 പേരുണ്ട്, 2 മക്കളും അല്ല 3 മക്കളും ഭാര്യ, അല്ലെങ്കിൽ 2 മക്കളും ഭാര്യ, 3 പേര് മിനിമം അതിനകത്തുണ്ടെന്ന് വെച്ചോ, അവിടെ ഉണ്ടെന്ന് വെച്ചോ. അപ്പം എല്ലാവർക്കും ഇത് വേണമെന്നില്ല. ഒരു ത്രെഡിന്, ഒരു പ്രോഗ്രാമിന്, ഒരു പ്രോസസ്സിന് ഒരു ത്രെഡ് ആയാലും മതി. അയാൾ കല്യാണം കഴിച്ച് പെണ്ണുമ്പോൾ മാത്രമേ ഉള്ളൂ, ഭാര്യ മാത്രമേ ഉള്ളൂ, മക്കളില്ലെങ്കിൽ ഒരാളേ ഉള്ളൂ. അപ്പം ചിലപ്പം 2 മക്കളും കൂടെ ആവാം, അപ്പോൾ അങ്ങനെ 3 പേര്, ചിലപ്പോൾ 5 മക്കളാവും, 10 മക്കളാവും. എത്രയായാലും ത്രെഡ് എത്ര വേണേലും ഇവിടെ വരാം, പക്ഷെ ഒരാളെങ്കിലും ഉണ്ടാവും. അതാണത്തെ കാര്യം. അപ്പം ത്രെഡ് ഈസ് ഓൾസോ നോൺ ആസ് എ ലൈറ്റ് വെയ്റ്റ് പ്രോസസ്. ത്രെഡ് പ്രൊവൈഡ്സ് എ വേ ടു ഇംപ്രൂവ് ആപ്ലിക്കേഷൻ പെർഫോമൻസ് ത്രൂ പാരലലിസം. ത്രെഡ് ഈസ് എ ബേസിക് കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. എന്തെല്ലാം പ്രോസസ്സിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും ത്രെഡില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ത്രെഡ് വേണം. അപ്പോൾ ത്രെഡാണ് ശരിക്കും പറഞ്ഞാലൊരു ബേസിക് കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ത്രെഡ് പല ടൈം ഞാൻ നേരത്തെ പറഞ്ഞാൽ സിംഗിൾ ത്രെഡ് ഒരാളാവാം, ഓർ മൾട്ടി ത്രെഡ് ഒത്തിരി പേരുണ്ടാവാം. അത് ഡിപ്പെൻസ് ആണ്. ഒരു പ്രോഗ്രാമിൻ്റെ ഇൻ്ററിൽ ഒത്തിരി ത്രെഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ത്രെഡ് ഉണ്ടാവും, ഒരാളെങ്കിലും വേണം. ഓക്കെ, ഇനി ത്രെഡിനകത്ത് എന്തൊക്കെയാണുള്ളത്? ത്രെഡിനകത്ത് ഒരു ത്രെഡ് ഐ ഡി ഉണ്ടാവും, ത്രെഡ് ഐ ഡി ഉണ്ടാവും, രജിസ്റ്റർ ഉണ്ടാവും, സ്റ്റാക്ക് ഉണ്ടാവും, പ്രോഗ്രാം കൗണ്ടർ ഉണ്ടാവും. ത്രെഡ് ഐ ഡി യൂണിക്കായി ഒരെണ്ണത്തിന് ഒരു ഐ ഡി ആയിരിക്കും. രജിസ്റ്റേഴ്സ് ഒത്തിരി ഉണ്ടാവും അതിനകത്ത്. സ്റ്റാക്ക് എന്ന് പറയുന്നത് ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ത്രെഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ടെമ്പററി ആയിട്ട് സൂക്ഷിച്ചേക്കേണ്ട ഡേറ്റാസൊക്കെ. പ്രോഗ്രാം കൗണ്ടർ എന്ന് വെച്ചാൽ നെക്സ്റ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ത്രെഡിനകത്ത് ഉണ്ടാവുക മെയിനായിട്ട്. നേരത്തെ പി സി ബി, ഇതായപ്പോൾ ടി സി ബി. ത്രെഡ് കൺട്രോൾ ബ്ലോക്ക് അതിനകത്ത് നമുക്ക് കണ്ടാലറിയാം. ആദ്യം നോക്കൂ, ത്രെഡ് ഐ ഡി പറയുന്നുണ്ട്. ശരിയാണ്, ഒരു ഐ ഡി ഉണ്ടാവും ഒരു ത്രെഡിന്. അപ്പം ഒന്നിൽ കൂടുതൽ ത്രെഡ് ഉണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ഐ ഡി ഉണ്ടാവും. ത്രെഡ് സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് ഏതാ നമ്മൾ നേരത്തെ പറഞ്ഞു, റണ്ണാണോ, വെയിറ്റ് ആണോ, എന്താണ്, ഏതാണ് സ്റ്റേറ്റ് എന്നുള്ളത്, റെഡിയാണോ, സ്റ്റേറ്റുകൾ അറിയാം. ദെൻ സി പി യു ഇൻഫർമേഷൻ, അത് സി പി യുവിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. പ്രോഗ്രാം കൗണ്ടർ ഏതാണ്, രജിസ്റ്റർ കണ്ടൻസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഒ എസിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ. ദെൻ ത്രെഡ് പ്രിയോറിറ്റി, ഏത് പ്രിയോറിറ്റിയാണ്. ഇപ്പോൾ 2-3 ത്രെഡ് ഉണ്ടെങ്കിൽ ഏതാണ് ആദ്യം വർക്ക് ചെയ്യേണ്ടത്, ആര് കഴിഞ്ഞിട്ടാണ് ആര്, അങ്ങനെയുള്ള കാര്യം. ദെൻ പോയിൻ്റഡ് ടു പ്രോസസ് ഹു ക്രിയേറ്റഡ് ദിസ് ത്രെഡ്, ആരാണ് ഇയാളുടെ പിതാവ്, നമുക്കറിയാലോ ആരാണ് ഇയാൾ ഉണ്ടാക്കിയത്, അത് ഏത് പ്രോസസ്സിൽ നിന്നാണ് ഇയാൾ വന്നത്, അതറിയാം. ദെൻ പോയിൻ്റഡ് ടു അതർ ത്രെഡ് ക്രിയേറ്റഡ് ബൈ ദിസ് ത്രെഡ്, ഈ ത്രെഡ് ക്രിയേറ്റ് ചെയ്ത മറ്റ് ത്രെഡുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇയാളുടെ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതറിയാം. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പനാരാന്ന് മനസ്സിലാവും, ഇവർക്ക് ഈ ത്രെഡിന് വേറെ മക്കളുണ്ട് അതും മനസ്സിലാവും. നമുക്ക് സാധാരണ ഭാഷ പറഞ്ഞ് അങ്ങനെ ആക്കാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ടി സി ബിയിലുള്ളത്. ടി സി ബി എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡിൻ്റെ ആധാർ കാർഡ്, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ.
ഇനി ഡിഫറൻസ് ആണ്. പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ഈസ് ഓഫൺ റെഫേർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സിക്യൂഷനിലിരിക്കുന്ന പ്രോഗ്രാമാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ത്രെഡ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ദാറ്റ് പ്രോസസ്സ്. ഇനി എ പ്രോസസ് ഹാസ് ഇറ്റ്സ് ഓൺ അഡ്രസ് സ്പേസ്. പ്രോസസ്സിന് ഇറ്റ്സ് ഓൺ അഡ്രസ് സ്പേസ്. എ ത്രെഡ് യൂസസ് ദ പ്രോസസ് അഡ്രസ് സ്പേസ്. ശരിക്കും ഒരു പ്രോസസ്സിനാണ് അഡ്രസ്സ് കൊടുക്കുന്നത്. ആ സ്പേസ് അഡ്രസ്സ് കൊടുക്കുന്നത് OS കനിഞ്ഞു കൊടുക്കുന്നത് ഒരു പ്രോസസ്സിനാണ്. ത്രെഡ് എന്ത് ചെയ്യും? അതിൻ്റെ ഇത് പറ്റിയിട്ടാണ്. ഇപ്പം മെമ്മറി ആയാലും ഇത് തന്നെയാണ്. മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആർക്കാണ്? മെമ്മറി ലിമിറ്റ് പെർമിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ മറ്റേ ആൾക്ക് ആ മരിച്ചു കിടന്ന ആളിന് 50 സെൻറ്റ് വസ്തു സർക്കാർ കൊടുത്തു. അങ്ങനെയുണ്ടെങ്കിൽ ഈ 50 സെൻറ്റ് വസ്തു ഇയാൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. വേറെ അയലത്തുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ അയലത്തുകാരനാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് വിളിക്കാം. അയാൾക്ക് വന്ന് ഇതിനകത്ത് കയറാനോ എടുക്കാനോ പറ്റത്തില്ല. ഇയാൾക്കും അപ്പുറത്തുകാരൻ്റെ അടുത്ത പ്രോസസ്സിൻ്റെ വസ്തുവിനകത്ത് കയറാനോ അയാളുടെ മെമ്മറി ലിമിറ്റിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ കോളനിയിൽ നമ്മൾ താമസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ നമ്മൾ പറയുക, വില്ല. എൻ്റെ വില്ലയ്ക്ക് ചുറ്റൂരും മതിൽ കെട്ടിയിട്ടുണ്ട്. അത്രയും സ്പേസാണ് എനിക്കുള്ളത് വാങ്ങിച്ചേക്കുന്നത്. അതിനകത്ത് ചെടി നടുവോ കുഴി വെട്ടുവോ മൊത്തം കുഴിക്കുവോ കുളം വരുത്തി അതിനകത്ത് മീനെ ഇടുവോ, വീട് വേണ്ട എനിക്ക് മുഴുവൻ കുളം മതി എന്ന് പറയും. അതെൻ്റെ ഇഷ്ടം. പക്ഷേ എനിക്ക് അടുത്തവൻ്റെ വസ്തുവിനകത്ത് കയറി വെച്ചാൽ എനിക്ക് അവിടെ കുളം വെട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ടും, അയാളുടെ സ്പേസ് വേറെ, എൻ്റെ സ്പേസ് വേറെ. രണ്ടുപേരും രണ്ട് ജോലികളായി. എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നു, അയാളുടെ ജോലി അയാൾ ചെയ്യുന്നു. നമ്മളത് തമ്മിലൊരു ബന്ധവുമില്ല. അതേസമയം നമ്മൾ ത്രെഡിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയല്ല. ത്രെഡ് എന്ന് പറയുമ്പം ഈ മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ അയാളുടെ മക്കളാണ്. അപ്പോൾ അവർക്ക് ഈ സ്ഥലത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണമെങ്കിലും എല്ലാവരും ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. അവർക്ക് ഈ സ്ഥലത്ത് മീൻ വളർത്തിയിട്ട് മീൻ പിടിച്ച് എല്ലാവർക്കും തിന്നാം, അല്ല ഇയാൾക്ക് വേണ്ട മറ്റേ കൊടുക്കാം. അത് ഇഷ്ടം പോലെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. കാര്യം ഈ പ്രോസസ്സിൻ്റെ അണ്ടറിലുള്ള ആൾക്കാരാണ് ഇവർ. ഈ പ്രോസസ്സ് അറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്താൽ മതി. അതേസമയം ഇയാൾ മറ്റേയാൾക്ക് പോയി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറെയാണ്. സർക്കാർ അറിഞ്ഞ് വേണം അവിടെ ചെയ്യാൻ. കാര്യം OS അറിഞ്ഞിട്ടേ ഒരു പ്രോസസ്സിന് മറ്റൊരു പ്രോസസ്സിന് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അതൊരു ഹെക്റ്റിക് ജോബ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. നമ്മൾ ടാസ്കിനെ സംബന്ധിച്ച് നോക്കാം. ടാസ്കിലാണെങ്കിൽ ത്രെഡിലാണെങ്കിൽ ത്രെഡ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ മതി, വലിയ പ്രശ്നങ്ങളില്ല. ത്രെഡിന് ഇച്ചിരി വസ്തു അവിടെ നിന്ന് എടുക്കാം. ഇപ്പം ഒരു പ്രോഗ്രാമിന് അലോട്ട് ചെയ്തേക്കുന്ന മെമ്മറി സ്പേസ് അതിൻ്റെ അണ്ടറിലുള്ള ത്രെഡിന് അതിൽ നിന്ന് എടുക്കാം. ആ ഡേറ്റ ഇങ്ങോട്ട് എടുക്കാം. ഈ ഡേറ്റ എടുത്ത് മാറ്റി വെക്കാം. മറ്റേ ആളിന് കൊടുക്കാം, മറ്റേ ത്രെഡിന് കൊടുക്കാം. ആ ത്രെഡിന് വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാം, മറ്റേ ആളിന് വേണമെങ്കിൽ അത് ആക്സസ് ചെയ്യാം, എന്തോ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതാണ് ശരിക്കും പറയുന്നത്. ന്യൂ ത്രെഡ്സ് ആർ ഈസിലി ക്രിയേറ്റഡ്. ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, പെട്ടെന്ന് അതിൽ നിന്ന് വരും. അവർ ദ ക്രിയേഷൻ ഓഫ് എ ന്യൂ പ്രോസസ് റിക്വയർഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് പേരൻറ്റ് പ്രോസസ്. എന്താണ് പ്രോസസ്സ് ഒരു ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇച്ചിരി പാടാണ്. ത്രെഡ് ഹാവ് കൺട്രോൾ ഓവർ ദ അതർ ത്രെഡ്സ് ഓഫ് ദ സെയിം പ്രോസസ്. ഒരു ത്രെഡിന് അതിനകത്ത് തന്നെയുള്ള മറ്റേ ത്രെഡുകളോട് കൺട്രോൾ ചെയ്യാം. ബട്ട് എ പ്രോസസ് ഡസ് നോട്ട് ഹാവ് കൺട്രോൾ ഓവർ അതർ സബ്ലിങ് പ്രോസസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അയാളുടെ മക്കൾക്കകത്ത് മൂത്ത ആളിന് ബാക്കിയുള്ളവരെ താഴെയുള്ളവരെ കൺട്രോൾ ചെയ്യാം. 3 മക്കളുണ്ടെങ്കിൽ മൂത്തവന് ഇളവനെ കൺട്രോൾ ചെയ്യാം, അതിൻ്റെ താഴെയുള്ളവന് ഇളവനെ കൺട്രോൾ ചെയ്യാം. അതിനൊന്നും പ്രശ്നമില്ല. എന്നും പറഞ്ഞ് ഈ മരിച്ചുപോയി ജീവിച്ച മനുഷ്യൻ തൊട്ടപ്പുറത്തെ വസ്തുവിലുള്ളവനെ കയറി ഭരിക്കാൻ ചെല്ലാൻ പറ്റത്തില്ല. അയാൾ വേറെ പ്രോസസ്സാണ്, ഈ പ്രോസസ്സല്ല. അവിടെ കയറി ഭരിക്കാൻ പോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? അയാളുടെ കാര്യങ്ങളൊന്നും എടുത്തുകൊണ്ട് വരാനോ കൊണ്ട് കൊടുക്കാനോ അയാളെ ഭരിക്കാനോ കൺട്രോൾ ചെയ്യാനോ ഒന്നും ആവശ്യമില്ല. ഇയാളുടെ മക്കളെ ചെയ്യാം. അതായത് പ്രോസസ്സിന് പിന്നെ അതിലുള്ള ത്രെഡിനെ ചെയ്യാം. ത്രെഡുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാം, ഭരണം നടത്താം. പക്ഷേ മാറി അപ്പുറത്ത് ഇറങ്ങിയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രോസസ് റൺസ് ഇൻ സെപ്പറേറ്റ് മെമ്മറി സ്പേസ്. നമ്മൾ പറഞ്ഞു ഓരോ പ്രോസസ്സിനും അവർക്ക് മെമ്മറി സ്പേസ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അയാൾ അതിനകത്ത് ചെയ്യാൻ പാടുള്ളൂ. അയാൾക്ക് കൊടുത്തേക്കുന്ന സ്ഥലത്ത് മാത്രമേ അയാൾ ചെയ്യാൻ പാടുള്ളൂ. ദെൻ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രോസസ് റിക്വയർസ് സംടൈംസ്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രോസസ് അല്ല ത്രെഡ് റിക്വയർസ് ലെസ് ടൈം ദാൻ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ രണ്ട് പ്രോസസ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഭയങ്കര സമയം കൂടുതലാണ്. പക്ഷേ 2 ത്രെഡുകൾ തമ്മിലാണെങ്കിൽ ആ പ്രശ്നമില്ല. ഡിഫറെൻറ്റ് പ്രോസസ് ഹാവ് ഡിഫറെൻറ്റ് കോപ്പീസ് ഓഫ് കോഡ് ആൻഡ് ഡേറ്റ. ഓരോ പ്രോസസ്സിനും അവരുടേതായിട്ടുള്ള കോഡും ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള ഡേറ്റ ഉണ്ടാവും. ഷെയറിങ് സെയിം കോപ്പി ഓഫ് കോഡ് ആൻഡ് ഡേറ്റ ക്യാൻ ബി പോസിബിൾ എമംഗ് ഡിഫറെൻറ്റ് ത്രെഡ്സ്. ത്രെഡുകൾ തമ്മിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും, അല്ലാതെ 2 പ്രോസസ്സ് തമ്മിൽ നടക്കില്ല. അടുത്തത് പ്രീഎംറ്റീവ് നോൺ പ്രീഎംറ്റീവ്. ഇത് ശരിക്കും ഒരു സ്കെഡ്യൂളിംഗ് പാർട്ടാണ്. അതെ, സ്കെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇവിടെ നമ്മൾ സ്കെഡ്യൂളിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റുകളെന്നുള്ളത് എന്താണ്. റണ്ണിങ് സ്റ്റേറ്റ് ഉണ്ട്,
വെയിറ്റ് സ്റ്റേറ്റ് ഉണ്ട്, റെഡി സ്റ്റേറ്റ് ഉണ്ട് അല്ലേ? ഈ 3 സ്റ്റേറ്റിലോട്ടാണ് നമുക്ക് വരുന്നത്. അപ്പം ഇതിൽ ഏത് സ്റ്റേറ്റാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ അതിൽ നിന്ന് എപ്പോഴൊക്കെയാണ് മാറേണ്ടത്, ഇതിനൊക്കെ സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ശരിക്കും. ഇപ്പം റൺ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു പ്രോസസ്സ്, അതിനെ വേണമെങ്കിൽ വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് മാറ്റാം നമുക്ക്. ഇപ്പോൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് നമുക്ക് കുറച്ച് ഡാറ്റ കിട്ടാണ്ടല്ലേ കൊടുക്കാനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ റണ്ണിങ്ങിലിരിക്കുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് വെയിറ്റിങ്ങിലോട്ട് കൊണ്ടുവെക്കാം, മറ്റേത് കിട്ടുന്നിടം വരെ നമുക്കത് വെയിറ്റ് ചെയ്യിക്കാം. ഇനി റണ്ണിങ് ഉള്ളതിനെ നമുക്ക് റെഡിയിലോട്ട് മാറ്റാം. അല്ല, റണ്ണിങ് ഇപ്പോൾ വെയിറ്റിങ്ങിൽ ഇരിക്കുന്ന പറഞ്ഞതിന് നമുക്ക് റെഡിയിലോട്ട് കൊണ്ടുവരാം. റണ്ണിങ്ങിൽ നിന്ന് റെഡിയിലോട്ട് കൊണ്ടുപോകാം. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ റണ്ണിങ്ങിലിരിക്കുകയാണ്, ഒരു ഇൻട്രപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തൽക്കാലം ഒന്ന് മാറ്റി നിർത്തി റെഡിയാക്കി നിർത്തും. ഈ ഇൻട്രപ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ചെയ്യാം. ഇതാണ് ശരിക്കും സ്കെഡ്യൂളിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രീഎംപ്റ്റീവ് ആൻഡ് നോൺ പ്രീഎംപ്റ്റീവ് എന്ന് പറയുന്നത് ഷെഡ്യൂളിംഗ് ഇൻ വിച്ച് എ റണ്ണിംഗ് പ്രോസസ് ക്യാൻ ബി ഇൻട്രപ്റ്റഡ് ഇഫ് എ ഹൈ പ്രിയോറിറ്റി പ്രോസസ് എൻറ്റേഴ്സ് ദ ക്യൂ ഈസ് അലോക്കേറ്റഡ് ടു ദ CPU ഈസ് കാൾഡ് പ്രീഎംപ്റ്റീവ്. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഒരു ഡോക്ടർ, ആ ഡോക്ടർ എല്ലാ 3 മിനിറ്റ്, അതായത് 3 മിനിറ്റേ ഒരു രോഗിക്ക് കൊടുത്തിട്ടുള്ളൂ ടൈമിലാണ്. 3 മിനിറ്റ് മാത്രമേ ഒരു രോഗിക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അയാളുടെ ഫ്രണ്ടിൽ ക്യൂ ഉണ്ട്, ഇങ്ങനെ റെഡി ക്യൂ ഉണ്ട്, റെഡിയായിട്ട് നിൽക്കുക കയറാനായിട്ട്. അവർക്ക് 3 മിനിറ്റ് അയാൾക്ക് അവിടെ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിക്കണം. അപ്പം ഞാനിപ്പോൾ കയറിയിരുന്നു, ഞാൻ പറഞ്ഞോ തീർന്നോ കഴിഞ്ഞോ മരുന്ന് തന്നോ ഒന്നും ഇവിടെ പ്രശ്നമല്ല. 3 മിനിറ്റ് കഴിയുമ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങി ഈ ക്യൂവിൻ്റെ ബാക്കി പോയി നിൽക്കണം. ദെൻ അടുത്ത ആൾ കയറും. അയാൾ 3 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ അയാൾക്ക് കഴിഞ്ഞിട്ട് പോകാം. അതല്ലെങ്കിൽ അയാൾ എൻ്റെ പുറകെ പോയി നിൽക്കണം 3 മിനിറ്റ് കഴിഞ്ഞ് അടുത്തത് ബാക്കി പറയാൻ. ഇങ്ങനെ ബാക്കിൽ വന്നുകൊണ്ടേ ഇരിക്കും. ആ 3 മിനിറ്റ് അയാൾക്ക് അവിടെ. ഇനി ഒരാൾ അകത്തോട്ട് കയറി ഇരിക്കുകയാണ്. അയാളുടെ 3 മിനിറ്റിൽ 1.5 മിനിറ്റ് ആയപ്പോഴത്തേന് വെളിയിൽ നിന്നൊരു മന്ത്രി വന്നു. അയാൾ ഹൈ പ്രയോറിറ്റി ഉള്ള ആളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾ ഇറങ്ങിയിരിക്കണം. ഇയാൾ മന്ത്രി ഇരുന്ന് കാര്യം പറയും, അയാൾക്ക് കൊടുക്കും പ്രിയോറിറ്റി. അത് കഴിഞ്ഞ് അയാൾ ഇറങ്ങി, പിന്നെ ഇയാളെ വിളിച്ചകത്തോട്ട് കയറ്റിയിരുത്തി. പിന്നെ വേറൊരു മന്ത്രി വരികയാണെങ്കിൽ ഇയാളെ മാറ്റിയിരുത്തിയിട്ട് അയാൾക്ക് കാര്യം പ്രിയോറിറ്റി വരുന്ന ഇൻട്രപ്റ്റ് ഉണ്ടായാൽ ആ ഇൻട്രപ്റ്റിനെ കൊടുക്കാൻ പറ്റും. അതാണ് പ്രീഎംപ്റ്റീവ് എന്ന് പറയുന്നത്. ഇൻട്രപ്റ്റിന് വില കൊടുക്കുന്നുണ്ട് അവിടെ. ഫ്ലെക്സിബിലിറ്റിയാണ്, സിസ്റ്റം ഫ്ലെക്സിബിളാണ്. ആൾക്കാർക്കനുസരിച്ച് മാറുകയും കയറുകയൊക്കെ ചെയ്യാം ഈ പറഞ്ഞ പോലെ. ബാക്കിയുള്ള ലോ പ്രിയോറിറ്റിക്കാർ ഈ പറഞ്ഞ പോലെ കയറിക്കൊണ്ടിരിക്കും. ഒരാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ആൾ ഇത് ബാക്കി വല്ലതുകൊണ്ട് അയാൾ പിന്നെയും വന്ന് അടുത്ത സമയത്തെന്ന് പറയണം. ഇതിനെയാണ് പ്രീഎംപ്റ്റീവ് എന്ന് പറയുന്നത്. ദ സ്കെഡ്യൂളിംഗ് ഇൻ വിച്ച് എ റണ്ണിംഗ് പ്രോസസ് ക്യാൻ ബി ഇൻട്രപ്റ്റഡ്. റണ്ണിംഗ് പ്രോസസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റും ഇഫ് എ ഹൈ പ്രയോറിറ്റി പ്രോസസ് എൻറ്റേഴ്സ് ദ ക്യൂ. റണ്ണിങ്ങിൽ അല്ലെങ്കിൽ റെഡി സ്റ്റേറ്റിലോട്ടൊരു ഹൈ പ്രയോറിറ്റി വന്നാൽ എപ്പോഴും എടുത്ത് മാറ്റി വെച്ച് ഇയാളെ കയറ്റി വിടും. ക്യൂ ആൻഡ് ഈസ് അലോക്കേറ്റഡ് ടു ദ CPU is called preemptive schedule. The scheduling in which a running process cannot be interrupted by any other process is called non-preemptive. Non-preemptive വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെയൊന്നുമില്ല. ഇതേപോലെ ഈ വേറൊരു ഡോക്ടർ, അയാളുടെ മുമ്പിൽ ക്യൂ ഉണ്ട്. ആ ചെല്ലുന്ന ആളിന് എന്തെല്ലാം കാര്യം പറയാനുണ്ടോ അത്രയും കാര്യം പറഞ്ഞതിന് ശേഷം മാത്രമേ അയാൾ ഇറങ്ങത്തുള്ളൂ. അയാൾക്ക് പറയാനുള്ളതെല്ലാം അയാൾക്കൊട്ടിരുന്ന് പറയാം. അത് അരമണിക്കൂറാണ് ശരി, 3/4 മണിക്കൂർ, അതുവരെ ബാക്കിയുള്ളവരവിടെ വെയിറ്റ് ചെയ്യണം. ഇനി ഇടയ്ക്കൂടെ മന്ത്രി കയറി വരുവാണ്, എനിക്ക് പെട്ടെന്ന് കയറി വരണം, ഒരു രക്ഷയില്ല, അവിടെ നിന്നേ പറ്റത്തുള്ളൂ. ഈ ഇരിക്കുന്ന ആൾ കഴിഞ്ഞിട്ടേ ഇദ്ദേഹത്തിന് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ അത് ശരിക്കും റിജിഡ് സിസ്റ്റമാണ്, ഫ്ലെക്സിബിൾ അല്ല. പ്രീഎംപ്റ്റീവ് ഫ്ലെക്സിബിളാണ്, നോൺ പ്രീഎംപ്റ്റീവ് ഫ്ലെക്സിബിൾ അല്ല. അതാണ് ഇവിടുത്തെ. പിന്നെ പ്രീഎംപ്റ്റീവിൽ വേറൊരു വ്യത്യാസം പറഞ്ഞാൽ അതിന് ഓവർഹെഡ് ഉണ്ട്. അതായത് നമ്മുടെ സ്വിച്ചിങ് ഓവർഹെഡ് വരും. അതായത് ഒരാളെ മാറ്റി അടുത്ത ആളിനെ എടുത്താളിനെ വെച്ച് ഈ ഒരു ഓവർഹെഡ് വർക്ക് അവിടെ വരുന്നുണ്ട്. ബട്ട് നോൺ പ്രീഎംപ്റ്റീവിൽ ഈ കാര്യമേ ഇല്ല, മാറ്റലൊന്നുമില്ല. വരുന്നവർ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ബസ് ടൈം എത്രയാണോ കൊടുക്കുന്നത് ആ ബസ് ടൈം അത്രയും അവിടെ നിന്നൊക്കെ ചെയ്യാം. അതാണ് അതിനകത്ത് വേറൊരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രിയോറിറ്റി ഒരു കാരണവശാൽ. പിന്നെ ക്രിട്ടിക്കൽ പ്രോസസ്സ്, അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞത്. ഒരു ക്രിട്ടിക്കൽ പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ പ്രീഎംപ്റ്റീവ് അതിനെ എടുത്ത് പ്രോസസ്സ് ചെയ്യും, മറ്റേയാളെ മാറ്റി നിർത്തി വെച്ച്. നമ്മുടെ നോൺ പ്രീഎംപ്റ്റീവ് സ്കെഡ്യൂളിങ്ങിൽ ആ ഒരു കാര്യമേ ഇല്ല, ഒരു ക്രിട്ടിക്കലും ഇല്ല. എല്ലാവർക്കും ഒരേ കാര്യം തന്നെയാണ്, പറയാനുള്ളതെല്ലാം പറഞ്ഞ് കേട്ടിട്ട് പോയാൽ മതി. ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് 2 ടൈപ്പ് സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ, എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇതും കൂടെ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. ഓക്കെ, അടുത്ത് നെക്സ്റ്റിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ടാസ്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു, പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു, ത്രെഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി ടാസ്ക് തന്നെയാണ്. ടാസ്ക് എന്ന് പറയുന്നത് ആക്ച്വലി ടാസ്ക് ഇസ് സിമിലർ ടു പ്രോസസ് ഓഫ് ത്രെഡ്. ശരിക്കും സാധാരണ ഇതിൽ നമ്മൾ ത്രെഡിനോടാണ് ഇതിനെ ഉപയോഗിക്കാനുള്ളത്. ലൈക്ക് പ്രോസസ്സിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
ഒരു ഒ എസിലെ ത്രെഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനാണ് കാര്യം ആക്റ്റീവായിട്ടിരിക്കുന്ന പ്രോഗ്രാം കോഡിനെയാണ് നമ്മൾ പറയുന്നതെന്നുള്ളത്. ഇനി എ ടാസ്ക് ഈസ് ആൻ എക്സിക്യൂഷൻ പാത്ത് ത്രൂ അഡ്രസ് സ്പേസ്. ഇൻ അതർ വേർഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞത് കണ്ടീഷൻ തന്നെയാണ്, മെമ്മറി ലോഡ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ മെമ്മറിയിൽ തന്നെയാണത്, പ്രോസസ്സിൻ്റെ മെമ്മറിയിൽ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. ഇതിനകത്ത് പറയാനുള്ളത് ടാസ്കിന് സ്റ്റാറ്റസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ സ്റ്റേറ്റുകളുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ് റെഡി സ്റ്റേറ്റ്, വെയിറ്റിംഗ് സ്റ്റേറ്റ്, പിന്നെ എന്താ നമ്മൾ പറയുന്നത് ഒന്ന് ശരിക്കും ടാസ്കിൻ്റെ സ്റ്റേറ്റിന് നമ്മൾ രണ്ടൊന്ന് പേരുകൾ പറയുന്നത് റെഡി സ്റ്റേറ്റ്, റണ്ണിങ് സ്റ്റേറ്റ് ആൻഡ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആർക്കും ഉണ്ട്, ടാസ്കിനും ഉണ്ട്. പിന്നെ ടാസ്ക് കൺട്രോൾ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ഒരു ടാസ്ക് കൺട്രോൾ ബ്ലോക്ക് എന്ന് നമ്മൾ എടുത്ത് പറയുമ്പോഴത്തേന് അതിനകത്ത് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരുന്ന കുറച്ച് കാര്യമുണ്ട്. ടാസ്ക് ഐ ഡി ഉണ്ട്, ടാസ്ക് കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഈ ടാസ്ക് കോണ്ടെക്സ്റ്റിലാണ് പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിൻ്റർ, CPU രജിസ്റ്റർ, പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ടാസ്ക് കോണ്ടെക്സ്റ്റിൽ വരും. ഇതാണ് നമ്മൾ അടുത്ത ഒരു ടാസ്കിലേക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ചെയ്യണമെങ്കിലൊക്കെ കൊടുക്കുന്നത്. ദെൻ ടാസ്ക് പ്രിയോറിറ്റി ഉണ്ട്. ഏത് ടാസ്ക് എപ്പോഴാണ് നടക്കുന്നത്, നമ്മൾ ത്രെഡിൻ്റെ കാര്യത്തിൽ അത് പറഞ്ഞു, ത്രെഡ് പ്രിയോറിറ്റി. സെയിം ലൈക്ക് ഇവിടെയുണ്ട് ടാസ്ക് പ്രിയോറിറ്റി. ദെൻ ടാസ്ക് കോണ്ടെക്സ്റ്റ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയും. ആ ഒരു ജസ്റ്റ് ഇത് തന്നെ ആ ടാസ്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരുന്നത്. അതായത് ഒരു സ്റ്റാർട്ടപ്പ് ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ പറയുക, ഏതെപ്പോഴാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളതാണ് അതിൽ പറയുന്നത് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ കാര്യങ്ങൾ, കണ്ടീഷൻസ്, ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ടാസ്കും ത്രെഡും തമ്മിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ഒ എസിൽ പല രീതിയിൽ അതിനെ പറയുന്നുണ്ട്. ശരിക്കും ഒ എസിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ചൊക്കെ പല രീതിയിൽ പറയാം. എംബഡൻ്റെ അതിനകത്ത് വേറെ രീതി പറയുന്നുണ്ട്. ചില ഒ എസിനകത്ത് ടാസ്കിനുള്ള ത്രെഡ് എന്ന് വിളിക്കുന്നുണ്ട്, ചില ഒ എസിനകത്ത് ത്രാട്ട്, ഇതൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ടാസ്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്കിതിൻ്റെ സ്റ്റാറ്റസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടാസ്കിൻ്റെ 4 സ്റ്റേറ്റുകളാണ്. ഒന്ന് ഐഡിയൽ സ്റ്റേറ്റ്, റെഡി സ്റ്റേറ്റ്, റണ്ണിങ് സ്റ്റേറ്റ് ആൻഡ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്. അതിൽ ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേന് ശരിക്കും ക്രിയേറ്റഡ് സ്റ്റേറ്റാണ്. ക്രിയേറ്റഡ് സ്റ്റേറ്റ് നമ്മൾ വിളിക്കാം. ഒരു ടാസ്ക് ക്രിയേറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ബട്ട് സ്കെഡ്യൂൾ ചെയ്തിട്ടില്ല. അതിന് എല്ലാം റിസോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷേ സ്കെഡ്യൂളിംഗ് ഇല്ല. OS റിസോഴ്സ് കൊടുത്തു. ഇനി അത് സ്കെഡ്യൂൾ ചെയ്ത് എപ്പോഴാണ് അത് വർക്ക് ചെയ്യേണ്ടത് എന്ന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അലോട്ട് ചെയ്യുന്നത്, ആ ഒരു ടൈമിംഗ് കൂടെ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അലോട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് റെഡി സ്റ്റേറ്റ്. റെഡി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേന് എല്ലാ റിസോഴ്സും കിട്ടിക്കഴിഞ്ഞു, വർക്ക് ചെയ്യാൻ, അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി റെഡിയായി ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ. ദെൻ റണ്ണിങ് എന്ന് പറയുമ്പോൾ എക്സിക്യൂഷനാണ്. അതായത് പ്രോസസ്സറിനകത്ത് എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അവിടെ റണ്ണിങ് സ്റ്റേറ്റാണ്, ഔട്ട്പുട്ട് ഉണ്ടാകുന്നതും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞ് ഒരു സ്റ്റേറ്റാണ് ബ്ലോക്ക്ഡ്. അതായത് സപ്പോസ് ഒരു പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ടാസ്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻട്രപ്റ്റ് ഉണ്ടായെങ്കിൽ ആ നടന്നുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതാണ് ഇൻട്രപ്റ്റ് ഹാൻഡിൽ ചെയ്തിട്ട് അത് മാറിക്കഴിയുമ്പോൾ ഈ നേരത്തെ മാറ്റി വെച്ച ടാസ്ക് ഹൈ പ്രിയോറിറ്റി ഉള്ളതാണെങ്കിൽ അതിനെ തിരിച്ചെടുക്കും, പിന്നെ റണ്ണിങ്ങിലോട്ട് കൊണ്ടുവരും. അതല്ല അതിനെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞതാണെന്നുണ്ടെങ്കിൽ, അത് നേരെ ടെർമിനേറ്റ് ചെയ്ത് വന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസോഴ്സ് എല്ലാം മാറ്റിയിട്ട് അതിനെ നേരെ ഐഡിയലിലോട്ട് വിടും. പിന്നെ എപ്പോഴെങ്കിലും വേണമെന്ന് വെച്ചാൽ മാത്രം അത് റീജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ശരിക്കും ഇതിനെ നമുക്ക് ഉപമിക്കാൻ പറ്റുന്ന വേറൊരു രീതിയിൽ പറയാം. ഒരു യുദ്ധത്തിൻ്റെ ഒരു വാർ ഏരിയയാണ്. അവിടെ ഒരു 500 പട്ടാളക്കാർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ 500 പേര് റണ്ണിങ് സ്റ്റേറ്റിലാണ്. ഇനി ഒരു 100 പേരെ നമ്മളിപ്പുറത്ത് റെഡിയാക്കി വെച്ചേക്കുക. 500 പേരിൽ ആർക്കെങ്കിലും കുഴപ്പം പറ്റിയാൽ പകരം ഒരു 100 പേരെ അങ്ങോട്ട് വിടാൻ റെഡിയാക്കി നിർത്തിയേക്കാണ്. അവർ ഫുള്ളി ആംസ് ആമിനേഷൻസ് എല്ലാം അവർ റെഡിയാക്കി സെറ്റായി നിൽക്കുക. അവർ ഓടിച്ചെന്നാൽ മാത്രം മതി. അതാണ് റെഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഇവരുടെ എല്ലാം ബാക്കപ്പായിട്ട് നടക്കുകയാണ്. അടുത്ത 1-2 ആഴ്ചയ്ക്ക് ഉള്ളിൽ അവിടെ എത്തിയാൽ മതി. പക്ഷേ അവരെല്ലാം റെഡിയാണ്, ആംസും ആമിനേഷൻസും എല്ലാം എടുത്ത് റെഡിയായിരിക്കുകയാണ്. ബട്ട് അവർക്ക് ടൈം അലോക്കേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. എപ്പോൾ അലോക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ ഒന്ന് റെഡിയായിട്ട് നിൽക്കണം. റെഡിയായി കഴിഞ്ഞാൽ റണ്ണിങ്ങിലോട്ട് പോകാം. ഇനി ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് കുറച്ച് പേർക്ക് എന്തെങ്കിലും അത്യാവശ്യ കാരണത്താൽ മാറ്റി നിർത്തേണ്ടി വന്നു. അവരെ അതിൽ നിന്ന് യുദ്ധം ചെയ്യുന്നിടത്തുനിന്ന് മാറ്റി ഒന്ന് റിസർവിലോട്ട് മാറ്റി നിർത്തേണ്ട ഒരവസ്ഥ വന്നു.
അതിന് നല്ല കഴിവുള്ള ആൾക്കാരെ അവർ പറഞ്ഞു വിടത്തില്ല. അപ്പോൾ അവർ അവിടെ തന്നെ നിർത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുപ്പിച്ചിട്ട് തിരിച്ച് പിന്നെയും കയറ്റിക്കൊണ്ട് പോകും. കാര്യം അവർ ഹൈ പ്രയോറിറ്റി ഉള്ള ആൾക്കാരാണ്, ഓഫീസേഴ്സോ അല്ലെങ്കിലൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പം എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുപോകും. ഇനി അങ്ങനെയല്ല, അപകടം പറ്റി അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിടെ റിപ്പയർ ചെയ്ത് റെഡിയാക്കി എല്ലാം തിരിച്ച് പിന്നെ വേണമെങ്കിൽ റെഡിയാക്കാം. ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് ഇതിനൊരു ഉപമ പറഞ്ഞാൽ ഒരു അനലോഗി. ഇതാണ് ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? ടാസ്കിനെ കുറിച്ചൊരു ഐഡിയ കിട്ടില്ലേ, ടാസ്ക് സ്റ്റേറ്റ്സിനെ കുറിച്ച് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക്, ഇനി ബാക്കിയുള്ളത് നിങ്ങൾ കുറച്ചുകൂടെ ഡെപ്തായിട്ട് പഠിക്കണം. ഇതൊരു എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ മൂന്നാമത്തെ പാർട്ടും തീർന്നു. നമ്മുടെ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ്റെ തേർഡ് പാർട്ടാണിത്. കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാം നന്ദി. എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, ബൈ.